ഡൽഹിയിലെത്തിയതോടെ UDFന്റെ സീറ്റ് ചർച്ചകൾ പൂർത്തിയായി. 16 സീറ്റിൽ കോൺഗ്രസ്, ലീഗ് 2 RSPക്കും കേരള കോൺഗ്രസിനും ഓരോ സീറ്റ് വീതം. LDF സ്ഥാനാർത്ഥികളെ ഇറക്കി പ്രചാരണം തുടങ്ങിക്കഴിഞ്ഞു. അപ്പോഴാണ് ഇന്ന് കോൺഗ്രസ് നേതാക്കളെ ഹൈക്കമാൻഡ് 3-ാം തീയതി ചർച്ചയ്ക്കായി ഡൽഹിയിലേക്ക് വിളിപ്പിച്ചത്. അപ്പോൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇനിയും വൈകുമെന്ന് ഉറപ്പായി. സിറ്റിംഗ് എംപിമാർ മുഴുവൻ മത്സരിക്കണമെന്ന നിലപാടിലാണ് ഹൈക്കമാൻഡ്. വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിച്ചാൽ ഇന്ത്യ മുന്നണിയുടെ കെട്ടുറപ്പിനെ ബാധിക്കുമെന്ന വിലയിരുത്തൽ ഒരു വിഭാഗം ദേശീയ നേതാക്കളുമുണ്ട്. രാഹുൽ ഗാന്ധി തന്നെ വയനാട്ടിൽ സ്ഥാനാർത്ഥിയാകണമെന്ന ആവശ്യം KPCC നേതൃത്വം ഹൈക്കമാൻഡിനെ അറിയിച്ചു. ആലപ്പുഴയുടെ കാര്യത്തിൽ ഇപ്പോഴും അനിശ്ചിതത്വമാണ്. പ്രവാസി ശബ്ദം പരിശോധിക്കുന്നു. സ്വാഗതം. ചർച്ചയിൽ പങ്കെടുക്കുന്നത് KMCC പ്രതിനിധി അനീഷ്, ഇടത് സഹയാത്രികൻ ഷമി TP, കോൺഗ്രസ് പ്രതിനിധി മുനീർ കുമ്പള എന്നിവരാണ്. 3 പേർക്കും സ്വാഗതം. ആദ്യം മുനീറിലേക്ക്. മുനീർ, രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുമോ, ആലപ്പുഴയിൽ ആരായിരിക്കും എന്നൊക്കെയാണ് ഇപ്പോൾ നടക്കുന്ന ചർച്ചകൾ. സ്ഥാനാർത്ഥി പ്രഖ്യാപനം UDFന്റേത് വൈകും എന്നുള്ള കാര്യം ഉറപ്പായി. കാരണം മാർച്ച് 3-നാണ് ദേശീയ നേതൃത്വം വിളിപ്പിച്ചിരിക്കുന്നത് കേരള നേതാക്കളെ ചർച്ചയ്ക്കായി. അതിനുശേഷമായിരിക്കും പ്രഖ്യാപനം എന്ന് കരുതുന്നു. എങ്കിൽ പോലും ചോദിക്കട്ടെ, രാഹുൽ ഗാന്ധി ഉണ്ടാകില്ലേ കേരളത്തിൽ മത്സരിക്കാൻ? ധന്യ, നിങ്ങൾക്കറിയാമല്ലോ, കോൺഗ്രസിന്റെ എപ്പോഴും ഈ ഒരു ഇലക്ഷന്റെ ഭാഗമായിട്ട് പറയല്ല, നമ്മള് പിന്നോട്ടുള്ള ഏതൊരു ഇലക്ഷൻ എടുത്തു നോക്കിക്കഴിഞ്ഞാലും ഒരു ദേശീയ പ്രസ്ഥാനമായ കോൺഗ്രസിന് ഒരു സ്ഥാനാർത്ഥി ലിസ്റ്റ് പ്രഖ്യാപിക്കുമ്പോൾ അതിൻ്റെതായ ചില മാനദണ്ഡങ്ങളിലോട്ട് കടക്കേണ്ടതുണ്ട്. അപ്പോൾ ആ ഒരു ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. ലാസ്റ്റ് എനിക്ക് കിട്ടിയ വിവരമനുസരിച്ച് ഒരു സ്ക്രീനിങ് കമ്മിറ്റിയുടെ മീറ്റിംഗ് കൂടിയുണ്ട്. അപ്പൊ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ കേന്ദ്ര നേതൃത്വത്തിന്റെ വഴി അത് പ്രഖ്യാപിക്കുമെന്ന് തന്നെയാണ് നമ്മൾ അറിയുന്ന ഒരു കാര്യം. അപ്പോൾ ഇപ്പോ നമുക്ക് പറയാൻ പറ്റത്തില്ല രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുമോ ഇല്ലയോ എന്ന്. അത് പാർട്ടി വൃത്തങ്ങളിൽ നിന്നും അവർ തീരുമാനിച്ച് ആ മീറ്റിംഗ് കൂടി എടുക്കേണ്ട ഒരു തീരുമാനമാണ്. പക്ഷെ ഇതൊരു എന്താ പറയാ, ഒരു ആദ്യമായിട്ട് ഉണ്ടാകുന്ന ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നുന്നില്ല. നമ്മളത് മുമ്പുള്ള കാലഘട്ടങ്ങളിൽ, അത് 2019 ആയാലും ഏതൊരു എടുത്തു കഴിഞ്ഞാലും കോൺഗ്രസ് ആയിരിക്കും അവസാനം സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുന്ന ഒരു പാർട്ടി. എന്നിരുന്നാലും കഴിഞ്ഞ വർഷം തന്നെ കഴിഞ്ഞ ഇലക്ഷനിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും, കോൺഗ്രസിന് ബഹുദൂരം UDF എന്ന സഖ്യകക്ഷികളെ എല്ലാവരെയും ചേർത്തുകൊണ്ട് UDFന് മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്രാവശ്യം അത് ഉണ്ടാവും എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. ശരി, ശ്രീ അനീഷ്, ഇവിടെ ഇന്നലെ വരെ കടുത്ത തീരുമാനമായിരുന്നു ലീഗിന്റേത് 3 സീറ്റ് എന്നുള്ളതിൽ. പക്ഷേ ഇന്നിപ്പോ രാവിലെ നേതാക്കളെല്ലാവരും വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു 2 സീറ്റാണ് മത്സരിക്കുന്നത്. അതിൽ ലീഗ് സമ്മതിക്കുന്നുണ്ടോ കോൺഗ്രസ് ഈ തരത്തിൽ ലീഗിനെ തഴഞ്ഞു എന്നുള്ളത്? ലീഗിന്റെ ഈ 3-ാം സീറ്റ് രാജ്യസഭാ സീറ്റാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ വിശ്വാസമുണ്ടോ? ലീഗിന് തീർച്ചയായും കേരളത്തിലെ UDF മുന്നണി സംവിധാനത്തിൽ പൂർണ്ണമായ വിശ്വാസമുണ്ട്. UDF നേതൃത്വത്തിൽ പൂർണ്ണമായ വിശ്വാസമുണ്ട്. അതിൽ യാതൊരു സംശയവുമില്ല. കഴിഞ്ഞ പതിറ്റാണ്ടുകളായി മുസ്ലിം ലീഗ് UDF മുന്നണിയുടെ അവിഭാജ്യ ഘടകമാണ്. ഞങ്ങളുടെ ആവശ്യമായിരുന്നു, ഞങ്ങളുടെ അവകാശമായിരുന്നു 3 അല്ലെങ്കിൽ അതിൽ കൂടുതൽ സീറ്റ് എന്നുള്ളത്. അതിൽ യാതൊരു തർക്കവുമില്ല. നമ്മള് സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ചുകൊണ്ട് തന്നെയാണ് ഇത്രയും സമയം നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്നത്. മുസ്ലിം ലീഗിനെ പ്രതിനിധീകരിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ചയിൽ പങ്കെടുത്തിരുന്ന ആളുകളും പാർട്ടി നേതൃത്വവും ഒക്കെ സംസാരിച്ചത് ആ സ്റ്റാറ്റിസ്റ്റിക്സ് വളരെ കൃത്യമായി വെച്ചുകൊണ്ടാണ്. മലബാറിൽ പ്രത്യേകിച്ച് കാസർഗോഡ്, കണ്ണൂര്, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട് ജില്ലകളിലൊക്കെ മുസ്ലിം ലീഗിന്റെ സ്വാധീന ശക്തി എന്താണെന്നുള്ളത് ധന്യ അടക്കമുള്ള മാധ്യമ പ്രവർത്തകർക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞങ്ങൾ UDF നേതൃത്വത്തിന്റെ മുന്നിൽ വെക്കുകയും ഞങ്ങളുടെ പാർട്ടി നേതൃത്വം അത് അവതരിപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞതിന് ശേഷം UDF നേതൃത്വം കൂട്ടായി എടുത്ത ഒരു തീരുമാനം, ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഞങ്ങളുടെ ബഹുമാന്യനായ നേതാവ് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഞങ്ങളുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇനി അങ്ങോട്ടുള്ള പ്രവർത്തനം ഈ 2 സ്ഥാനാർത്ഥികൾ മാത്രമല്ല, 16 കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ, RSPയുടെ സ്ഥാനാർത്ഥികൾ. ഒരു കാര്യം എന്താ, ഇപ്പൊ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഹൈദരലി ശിഹാബ് തങ്ങൾ പറഞ്ഞത് ഈ BJPക്കെതിരെ ഒറ്റകക്ഷിയാകാൻ കോൺഗ്രസിന് കൂടുതൽ സീറ്റ് അനിവാര്യമായതുകൊണ്ടാണ് 3-ാം സീറ്റിൽ കടുംപിടുത്തം ഇല്ലെങ്കിൽ ലീഗ് വിട്ടുവീഴ്ച ചെയ്യുന്നത് എന്നായിരുന്നു. പക്ഷെ ഇന്ന് അത്തരത്തിലുള്ള എന്താണ് ലക്ഷ്യം, ഇല്ലെങ്കിൽ എന്തുകൊണ്ടാണ് വിട്ടുകൊടുത്തത്, 3-ാം സീറ്റ് വേണ്ട എന്ന തീരുമാനത്തിലേക്ക് ലീഗ് എത്തിയത് എന്നൊന്നും നേതാക്കൾ പ്രതികരിച്ചിട്ടില്ല. എന്ത് റീസൺ ആണ് ലീഗ് പറഞ്ഞിരിക്കുന്നത്, ഇല്ലെങ്കിൽ കോൺഗ്രസിന്റെ എന്ത് ആവശ്യമാണ് അംഗീകരിച്ചത് ലീഗ്? ഈ പറഞ്ഞതുപോലെ ടോപ്പ് ലെവൽ ലീഡേഴ്സ് മാത്രം ഉള്ള ഒരു ചർച്ചയുടെ ഭാഗമാണ് ഈ ഒരു റിസൾട്ട് എന്ന് പറയുന്നത്, ഇപ്പോഴത്തെ ഒരു തീരുമാനം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ കൃത്യമായ വിശദാംശങ്ങളിലേക്കൊന്നും ഞങ്ങൾക്ക് പോകാൻ വയ്യ. ഞാനടക്കമുള്ള പ്രവർത്തകർക്ക് അതിന്റെ കൃത്യമായ വിശദാംശങ്ങളിലേക്ക് എത്താൻ കഴിയില്ല. എന്നാൽ കൂടി
ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ വരുന്ന ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഓരോ സ്റ്റേറ്റിലെയും കോൺഗ്രസിന്റെ സീറ്റ് നില എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ആവശ്യപ്പെടാനും പിന്നെ സ്ഥാപിച്ചെടുക്കാനും ഒക്കെ ഏറ്റവും നല്ല മുന്നണി ബന്ധമുള്ള ഒരു പാർട്ടിയാണ് മുസ്ലിം ലീഗ്. സ്റ്റേറ്റിന് പുറത്തുള്ള യുപിയിലുള്ള സമാജ്വാദി പാർട്ടിയുമായോ അല്ലെങ്കിൽ ബീഹാറിലെ ഏതെങ്കിലും പാർട്ടിയുമായോ അല്ലെങ്കിൽ ഈവൻ DMK-യുമായി പോലും അവർക്ക് കൃത്യമായ ഒരു ഇത്തരത്തിലുള്ള ആവശ്യം ഉന്നയിക്കും. ഞങ്ങൾക്ക് ഇത്ര വേണം, നമ്മൾക്ക് അടുത്ത കേന്ദ്ര സർക്കാർ വരുന്ന സമയത്ത് നമുക്ക് അവകാശവാദം ഉന്നയിക്കണമെങ്കിൽ ഇന്ന രൂപത്തിൽ വേണം എന്നുള്ള ഒരു ആവശ്യം വളരെ കൃത്യമായി പറയാൻ ചിലപ്പോൾ അവർക്ക് കഴിഞ്ഞൊന്നും വരില്ല. പക്ഷെ ലീഗ് എന്ന് പറയുന്നത് വളരെ സഹോദര ബന്ധമുള്ള, എന്ത് പറഞ്ഞാലും കൂടെ നിൽക്കുന്ന, കട്ടക്ക് നിൽക്കുന്ന ചങ്ക് എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു രാഷ്ട്രീയ സംവിധാനമാണ്. അത് സ്വാഭാവികമായും കോൺഗ്രസ് നേതൃത്വത്തിന് അത് കൺവിൻസ് ചെയ്യാൻ കഴിഞ്ഞിരിക്കും. ശരി, ശ്രീ ഷമീർ, ഇവിടെ ന്യൂനപക്ഷ വോട്ടിനായി വലിയ മത്സരത്തിലേക്ക് കൂടി കടക്കുകയാണ്, പ്രത്യേകിച്ച് CPM-ഉം കോൺഗ്രസും തമ്മിൽ. അപ്പം ഇവരിതുവരെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല, അത് വൈകുന്നു എന്നുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. പക്ഷേ ഇവര് പ്രഖ്യാപിക്കാൻ പോകുന്നത് ഇപ്പൊ വയനാട്ടിലും ആലപ്പുഴയിലാണ് കൂടുതൽ അനിശ്ചിതത്വമുള്ളത്. വയനാട്ടിൽ രാഹുൽ ഗാന്ധി വരുമോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴും കോൺഗ്രസ് പറയുന്നത് സിറ്റിംഗ് MP-മാർ എല്ലാവരും മത്സരിക്കുന്നുണ്ട് എന്നാണ്. എങ്കിൽ പോലും ഇവർ നിർത്താൻ പോകുന്ന സ്ഥാനാർത്ഥികൾ, പ്രത്യേകിച്ച് വയനാട്ടിലാണെങ്കിൽ CPI-യുടെ സ്ഥാനാർത്ഥിയാണ്, ആലപ്പുഴയിലും എങ്ങനെയായിരിക്കും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി? ഇപ്പം പല പേരുകൾ കേൾക്കുന്നുണ്ട്, MM ഹസന്റേത് ഉൾപ്പെടെ, KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള പേരുകളെല്ലാം കേൾക്കുന്നുണ്ട്. പക്ഷേ എങ്ങനെയായിരിക്കും ഒരു സ്ഥാനാർത്ഥിയെ, ഇപ്പം 2 സീറ്റും ആലപ്പുഴ നേരത്തെ LDF-ന് കിട്ടിയതാണെങ്കിൽ പോലും നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിലൊക്കെ ഈ സീറ്റുകളിൽ LDF എന്താണ് പ്രതീക്ഷിക്കുന്നത്? ധന്യ, കേൾക്കുന്നുണ്ടോ? ഈ സ്ഥാനമോഹികളും സീറ്റ് മോഹികളും ഭാഗ്യാന്വേഷികളുമായ ഒരു കൂട്ടം മനുഷ്യര് നേതൃസ്ഥാനത്തെത്തുന്ന ഏതൊരു സംഘടനയും ഏതൊരു രാഷ്ട്രീയ പാർട്ടിയും അഭിമുഖീകരിക്കുന്ന വെല്ലുവിളിയാണ് കോൺഗ്രസ് പാർട്ടി എല്ലാ കാലത്തും അഭിമുഖീകരിക്കുന്നത്. നമ്മളൊക്കെ കരുതിയിരുന്നത് ആദ്യം കേരളത്തിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുക കോൺഗ്രസ് ആണ് എന്നാണ്. കാരണം അവരുടെ കയ്യിൽ 18 സിറ്റിംഗ് MP-മാരുണ്ട്. സിറ്റിംഗ് MP-മാർ മത്സരിക്കും എന്നവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെല്ലാവരും വിചാരിക്കുക അവരാണ് ആദ്യത്തെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുക എന്നുള്ളതാണ്. പക്ഷെ നമ്മയൊക്കെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഇത്ര നേരമായിട്ടും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ വേണ്ടി കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല. അത് അവർ നേരിടുന്ന ഇന്നത്തെ രാഷ്ട്രീയ പ്രതിസന്ധിയുടെ നേർചിത്രമാണ്. കാരണം 18 MP-മാരും അവരുടെ മണ്ഡലങ്ങളിൽ നേരിടുന്ന ജനങ്ങളുടെ പ്രതിഷേധമുണ്ട്. അവരുടെ പ്രവർത്തനങ്ങളിലും അവരുടെ ഒരു MP എന്നുള്ള രീതിയിലും അവർ നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുമ്പോൾ സ്ഥാനാർത്ഥികളെ മാറ്റണോ എന്നുള്ള ചർച്ചയിലാണ് ഇപ്പോൾ ഹൈക്കമാൻഡ് എത്തിയിരിക്കുന്നത്. അതും പോരാതെ നമ്മുടെ ദേശീയ തലത്തിൽ സംഭവിക്കുന്ന രാഷ്ട്രീയ മാറ്റങ്ങൾ. ഇപ്പോൾ നമ്മൾക്കറിയാം, ഇവർ പറയുന്നത് ഹൈക്കമാൻഡിന്റെ അനുമതിക്കായി കാത്തിരിക്കുക എന്നാണ്. പക്ഷേ തത്വത്തിൽ ഒരു ഹൈക്കമാൻഡ് എന്ന് പറയുന്നത് ഇന്ന് KC വേണുഗോപാൽ മാത്രമാണ്. നമുക്കറിയാം, ശ്രീമതി സോണിയാഗാന്ധി ഒരുപാട് കാലമായി പൊളിറ്റിക്സിൽ നിന്ന് മാറി നിൽക്കുകയാണ്, വളരെ ആക്റ്റീവ് പൊളിറ്റിക്സിൽ ഇല്ല. അതുപോലെ രാഹുൽ ഗാന്ധി ഇപ്പോൾ ഒരു വിദേശ യാത്രയിലാണെന്ന് പറയുന്നു. അദ്ദേഹത്തെ കുറിച്ച് യാതൊരു വിവരവുമില്ല. ഇപ്പോൾ ആക്റ്റീവായി നിൽക്കുന്ന ഒരു ഹൈക്കമാൻഡ് എന്ന് പറയുന്നത് KC വേണുഗോപാലാണ്. KC വേണുഗോപാൽ കേരളത്തിൽ തന്നെയുണ്ട്. പിന്നെയും ഏത് ഹൈക്കമാൻഡിന്റെ അന്വേഷണമാണ്, അതല്ലെങ്കിൽ തീരുമാനത്തെയാണ് ഇവർ കാത്തിരിക്കുന്നത് എന്ന് നമുക്കറിയാൻ പറ്റില്ല. പക്ഷെ സത്യത്തിൽ സംഭവിക്കുന്നത് ഇപ്പോൾ നമുക്കറിയാം, ധന്യ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, കഴിഞ്ഞ ദിവസം ഹിമാചൽ പ്രദേശിൽ രാജ്യസഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ സംഭവിച്ച കളികൾ നമ്മൾ കണ്ടു. എല്ലാവരും വിചാരിച്ചത് കോൺഗ്രസിന്റെ MP-മാര് മനു അഭിഷേക് സിംഗ്വി തെരഞ്ഞെടുക്കപ്പെടുമെന്നാണ് നമ്മൾ കരുതിയത്. പക്ഷേ അതിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത് BJP പ്രതിനിധിയാണ്. സത്യത്തിൽ കോൺഗ്രസ് വല്ലാത്തൊരു പ്രതിസന്ധിയിൽപ്പെട്ടിരിക്കുകയാണ്. KC വേണുഗോപാൽ കരുതിയിരുന്നത് രാജ്യസഭയിലേക്ക് മത്സരിച്ച് രാജ്യസഭ MP ആയി പോകാമെന്നാണ്. പക്ഷേ ഇപ്പോൾ KC വേണുഗോപാലിന് ആ കോൺഫിഡൻസ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നു. ഇത് സ്ഥാനാർത്ഥി പ്രഖ്യാപനം എത്രത്തോളം വൈകുന്നു അപ്പോഴെല്ലാം ഈ ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. ഇപ്പൊ തോൽക്കാനാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് താല്പര്യം, അതായത് എന്നാലേ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സാധിക്കൂ എന്ന് പറയുന്നവരുണ്ട്. BJP-യിലേക്ക് ചേക്കേറാൻ നിൽക്കുന്ന ആളുകളാണ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ബന്ധങ്ങൾ, അതായത് BJP വളരണം എന്ന് ആവശ്യപ്പെടുന്ന, അല്ലെങ്കിൽ പുതിയൊരു BJP എന്നതിലേക്കാണ് കോൺഗ്രസ് നേതാക്കൾ കേരളത്തിൽ പോകുന്നത് എന്നൊക്കെയുള്ള വലിയ വിമർശനങ്ങൾ ഏൽക്കുന്നുണ്ട് കേരളത്തിൽ നേതാക്കൾ.
മറ്റൊന്ന് പ്രതിപക്ഷ നേതാവും KPCC അധ്യക്ഷനും തമ്മിലുള്ള വാർത്താ സമ്മേളനത്തിലുണ്ടായ സംഭവവും. അങ്ങനെ പല കാരണങ്ങൾ നോക്കുമ്പോൾ ഇപ്പം കെ മുരളീധരൻ എടുക്കുന്ന നിലപാട്, കെ മുരളീധരൻ പറയുന്ന കാര്യങ്ങൾ, അങ്ങനെ പല പല ഘട്ടങ്ങളിലായിട്ട് പല പല ദിവസങ്ങളിലായിട്ട് ഈ അഭിപ്രായങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആരോപണങ്ങളും എല്ലാം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ സ്വാഭാവികമായും ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ കോൺഗ്രസിനെതിരെ ഉയരും, സ്വാഭാവികമാണ്. പക്ഷേ അതിൽ നിന്ന് എന്താണ് പുതിയതായിട്ട് ഇല്ലെങ്കിൽ ഒരു പ്രതീക്ഷ എന്നോണം ജനങ്ങൾക്ക് കൊടുക്കാൻ കോൺഗ്രസിന്റെ കയ്യിൽ നിലവിലുള്ളത്? ധന്യ, ഇത് എല്ലാ ഇലക്ഷൻ സമയത്തും CPM-ന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നതേ ഇവിടെ ഇപ്പോ ഷമീർ പറഞ്ഞിട്ടുള്ളൂ, അല്ലാതെ വേറെ വ്യത്യസ്തമായിട്ടൊന്നുമില്ല. പറയട്ടെ, ഒരു ദേശീയ പാർട്ടിയായ കോൺഗ്രസിന് ഇതൊരു എന്താ പറയാ, ഒരു സ്വേച്ഛാധിപതി അവിടെ ഇരുന്നെടുക്കുന്ന തീരുമാനമല്ല. അല്ലെങ്കിൽ അടുത്ത മന്ത്രിസഭയിൽ ഇത് ഇത്രയേറെ ദേശീയ പാർട്ടി എന്ന് പറയുമ്പോഴാണ് BJP-യിലേക്ക് പോകുന്ന നേതാക്കളുടെ എണ്ണത്തിൽ വരെ വലിയ വർധനയുണ്ടാകുന്ന സമയം കൂടിയാണ്. പാർട്ടിയാണ്, ഉൾപാർട്ടി ജനാധിപത്യം ഏറ്റവും കൂടുതലുള്ള പാർട്ടിയാണ്. ഇതിനെ കുറെ എന്താ പറയുന്ന ഒരാൾ എടുക്കുന്ന ഒരു തീരുമാനത്തിന്റെ പിറകെ പോയി തീരുമാനം എടുക്കുന്ന പാർട്ടി. ഇതിന്റേതായ ചട്ടങ്ങളുണ്ട്. ഇത് സ്വാതന്ത്ര്യ സമരത്തിന് മുമ്പേയുള്ള ചട്ടങ്ങളാണ്. ആ രീതിയിലാണ് ഒരു തെരഞ്ഞെടുപ്പിൽ ഇത് പ്രഖ്യാപിക്കുന്നത്, അല്ലാതെ ഒരാൾ തീരുമാനിക്കുന്നതല്ല. ഇവിടെ CPM-ന്റെ ഭാഗത്ത് പറഞ്ഞാൽ സഖാവ് പിണറായി പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ബാക്കില്, അതായത് മുന്നിൽ നടക്കുന്ന ആള് പറയുന്ന എന്തും ചിന്താവാദം വിളിക്കുന്ന ഒരു പാർട്ടിയല്ല. ഇതിന് അതിന്റേതായ രീതികളുണ്ട്, അതിന്റേതായ സമയമെടുത്ത് അതിന്റെ സ്ക്രീനിങ് കമ്മിറ്റി ഉണ്ട്, അവരെടുത്ത് ആ ചട്ടങ്ങൾ തീരുമാനിക്കുന്നു, എന്നിട്ട് അത് പ്രഖ്യാപിക്കും. പക്ഷേ കേരളത്തിലെ പ്രവർത്തനം മാത്രം എടുത്തു നോക്കിയാൽ മറ്റുള്ള ഇടങ്ങളിൽ എന്താ സംഭവിക്കുന്നത് കോൺഗ്രസിനുള്ളത് നമുക്കറിയാം. ഇവിടെ ഫണ്ടില്ല, കേരള ഭരണമില്ല, കേന്ദ്ര ഭരണമില്ല, ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല എന്നുള്ള പൂർണ്ണ ബോധ്യവും കോൺഗ്രസ് നേതാക്കൾക്കുള്ളതുപോലെയല്ല ഇവിടുത്തെ പ്രവർത്തനം. ഒരിക്കലുമല്ല. നമ്മൾ ഇതൊക്കെ ഇതിനു മുമ്പ് 19-ലെ തന്നെ നമ്മൾ എടുത്തു നോക്കൂ, 2019-ലെ ഇതെടുത്തു നോക്കൂ. എന്തൊക്കെ പറഞ്ഞു സുധാകരൻ BJP-യിലോട്ട് പോയി. എത്ര കാലങ്ങളായി ഇത് കേട്ടോണ്ടിരിക്കുന്നത്. ചിരിയാ വരുന്നത് ഇതൊക്കെ കേൾക്കുമ്പോ. ആരെങ്കിലും പോയോ? ഇവരൊക്കെ ഇവിടെ തന്നെയുണ്ട്. സുധാകരൻ ഇപ്പൊ KPCC-യുടെ പ്രസിഡന്റാ. എത്ര കാലം ഇത് പറഞ്ഞു നടക്കുന്നു. ഇതേയുള്ള ഇവർക്ക് ഇലക്ഷൻ എടുക്കുമ്പോൾ ഇത് പറഞ്ഞെടുക്കുന്നു. അവസാനം 0 1 മേടിക്കാനുള്ള ഒരു അവസരം മാത്രമേ ഇവരുടെ മുമ്പിലുള്ളൂ, വേറെ ഒന്നുമില്ല. ഇതൊന്നും ജനങ്ങൾ പുച്ഛിച്ച് തള്ളും. കാരണം അവർക്കറിയാം ഇന്ത്യ എന്താ ഒരു രാഷ്ട്രം ഇന്ന് നേരിടുന്ന പ്രതിസന്ധി എന്താണെന്നുള്ളത് അവർക്കറിയാം. ആർക്കാണ് വോട്ട് കുത്തേണ്ടതെന്ന് അവർക്കറിയാം. ഇവർക്ക് ഇതിങ്ങനെ പറഞ്ഞു നടക്കാവുന്നതല്ലാതെ ഇത്രയും കാലം ജനങ്ങൾ പുച്ഛിച്ചു തള്ളിയ പോലെ ഈ ഇലക്ഷനിലും അത് പുച്ഛിച്ചു തള്ളുന്നുള്ള കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ല, യാതൊരു നിസ്സംശയമായിട്ട് നമുക്ക് പറയാവുന്ന കാര്യമാണ്. ശരി അനീഷ, ഇതാണോ സാഹചര്യം? ഇപ്പോൾ മുനീർ പറഞ്ഞതുപോലെ ഒരു സാഹചര്യമാണോ നിലവിൽ കോൺഗ്രസിനുള്ളത്? കാരണം ഇവിടെ ഇപ്പോൾ തന്നെ ഇപ്പോൾ KS സംസ്ഥയെ സ്ഥാനാർത്ഥിയാക്കാൻ LDF മുന്നോട്ട് വന്നപ്പോൾ ഇല്ലെങ്കിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമ്പോൾ കൃത്യമായിട്ട് ഒരു ലക്ഷ്യം അവിടെ LDF-നുണ്ട്. എത്ര വോട്ടുകൾ, സംസ്ഥ ഉൾപ്പെടെ എത്ര വോട്ടുകൾ, ലീഗിൽ നിന്ന് അതൃപ്തിയുള്ളവർ എത്ര വോട്ട് ചെയ്യും എന്നൊക്കെയുള്ള ഒരു കണക്കുകൂട്ടലിലാണ് ഹംസയെ അവിടെ സ്ഥാനാർത്ഥിയാകുന്നത്. എന്നാൽ അത്തരത്തിലൊരു കണക്കുകൂട്ടലിലൂടെ ഒരു സ്ഥാനാർത്ഥിയെ പെട്ടെന്ന് പ്രഖ്യാപിക്കാൻ കോൺഗ്രസിന് സാധിക്കുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഇപ്പോഴും ഇത്ര MP-മാർ അവർക്ക് ഇപ്പോൾ ഭരണത്തിൽ ഇല്ലെങ്കിൽ MP സ്ഥാനത്ത് അവരുടെ ആളുകളിൽ ഇരിക്കുമ്പോൾ തന്നെ അവർക്ക് വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാവുന്നത്. കോൺഗ്രസിന്റെ നിലവിലത്തെ സാഹചര്യത്തിൽ ലീഗിന് അതൃപ്തിയില്ല എന്ന് പറയാൻ സാധിക്കില്ല. ലീഗിന് വലിയ അതൃപ്തിയുണ്ട്. മുന്നണിയിൽ അത് ഒരുപാട് ചർച്ചയായതുമാണ്. ലീഗ് എടുക്കുന്ന നിലപാട് തെരഞ്ഞെടുപ്പിന് ശേഷവും ഇപ്പോഴുള്ള പല സമീപകാലത്തുള്ള അയോധ്യ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ കോൺഗ്രസ് എടുത്ത നിലപാടിൽ ലീഗിന് അതൃപ്തി ഉണ്ടെന്നൊക്കെ വളരെ വ്യക്തമായി നമുക്ക് തെളിഞ്ഞതുമാണ്. അപ്പോൾ ഈ ഇലക്ഷന് ശേഷം ഏത് തരത്തിലായിരിക്കും, ഇല്ലെങ്കിൽ ഇലക്ഷന് മുമ്പ് ഏത് തരത്തിലായിരിക്കും മലബാർ മേഖലയിൽ ലീഗിന്റെ പ്രവർത്തനം നടക്കുക? അത് എവിടെയൊക്കെ ശക്തി കേന്ദ്രം എന്ന് പറയുമ്പോഴും അവിടെയൊക്കെ അത്രയും ശക്തിയോടെ പ്രവർത്തിക്കാൻ സാധിക്കുമെന്നാണോ കരുതുന്നത്? ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഈ പറഞ്ഞ പോയിന്റുകൾ വളരെ കൃത്യമാണ്. അതിൽ മുസ്ലിം ലീഗ് ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയാണ്. ഒരു ഏകീകൃതമായ ചില പോയിന്റിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു മുന്നണി സംവിധാനം മുന്നോട്ട് പോവുക. നിങ്ങൾ ഈ പറഞ്ഞ പല കാര്യത്തിലുമുള്ള രാഷ്ട്രീയ വിയോജിപ്പുകൾ മാറ്റി നിർത്തിയിട്ടും ഐക്യ ജനാധിപത്യ മുന്നണി എന്ന നിലക്ക് അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി എന്ന നിലക്ക് രാജ്യത്തിന്റെ കെട്ടുറപ്പിന് വേണ്ടി, രാജ്യത്തിന്റെ ജനാധിപത്യവും മതേതരത്വവും വീണ്ടെടുക്കുന്നതിന് വേണ്ടി വളരെ ശക്തമായ പ്രവർത്തനങ്ങൾ ഈ മുന്നണിയുടെ ഭാഗത്തുനിന്ന്, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും. രണ്ടാമതൊരു കാര്യം നിങ്ങൾ പറഞ്ഞത് KS സംസ്ഥ അടക്കമുള്ള സ്ഥാനാർത്ഥികളുടെ കാര്യമാണ്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം നിലവിലുള്ള സാഹചര്യത്തിൽ അക്കാര്യത്തിൽ യാതൊരു പേടിയും ഞങ്ങൾക്കില്ല. കഴിഞ്ഞ 3-4 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലായി CPI-യിൽ നിന്ന് പൊന്നാനി ലോക്സഭാ മണ്ഡലം CPM ഏറ്റെടുത്തതിന് ശേഷം കൊണ്ടുവന്നിട്ടുള്ള എല്ലാ സ്ഥാനാർത്ഥികളും ഈ തരത്തിൽ തന്നെയാണ്. ലീഗ് എന്തുകൊണ്ടാണ് പൊന്നാനി മലപ്പുറവും മാറ്റി നിർത്തിയത്? സ്ഥാനാർത്ഥികളെ സമദാനിയെ ഇപ്പുറത്തേക്കാക്കിയത് എന്തുകൊണ്ടാണ്?
അതിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം മാത്രം എടുത്തു കഴിഞ്ഞാൽ സമദാനിക്ക് വോട്ടുള്ള സ്ഥലം പൊന്നാനി ലോക്സഭാ മണ്ഡലമാണ്. മുഹമ്മദ് ബഷീറിന് വോട്ടുള്ള സ്ഥലം മലപ്പുറം ലോക്സഭാ മണ്ഡലമാണ്. അത് മാത്രമല്ല, അത് വളരെ നോർമൽ ആയിട്ടുള്ള ഒരു പാർട്ടി പ്രോസസ്സായി കണ്ടാൽ മതി. രണ്ടുപേരും പാർലമെന്റിലെ പെർഫോമൻസ് നോക്കുക. രണ്ടുപേർക്കും 90% മുകളിൽ അറ്റൻഡൻസ് ഉണ്ട്. അവതരിപ്പിച്ച വിഷയങ്ങളുണ്ട്, സ്വകാര്യ ബില്ലുകളുണ്ട്. വളരെ മികച്ച പെർഫോമൻസ് എന്ന് മാത്രമല്ല, രാജ്യം അപകടത്തിൽ പോകുന്ന രാജ്യത്തിന്റെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരെയുള്ള നടപടികളിൽ എല്ലാം വളരെ കൃത്യമായ ഇടപെടലുകൾ ഈ രണ്ട് എംപിമാരും മുസ്ലിം ലീഗിന്റെ മൂന്നാമതൊരു എംപി തമിഴ്നാട്ടിലുള്ള നവാസ് ഗനി അടക്കമുള്ള ആളുകൾ വളരെ കൃത്യമായ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. ഞങ്ങൾക്ക് അക്കാര്യത്തിൽ ഈ ഇലക്ഷന്റെ കാര്യത്തിൽ ഈ ഇലക്ഷനിൽ ജനങ്ങൾ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യുന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു ഭയപ്പാടുമില്ല. വയനാട്ടിലേക്ക് മാത്രം വന്നാൽ ശ്രീ അനീഷ്, വയനാട്ടിൽ ഇപ്പം രാഹുൽ ഗാന്ധി വന്ന് മത്സരിച്ചപ്പോൾ നമുക്കറിയാം പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായ ഒരാൾ കേരളത്തിൽ വരുന്നു. അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ആ ടൈമിൽ നമുക്കറിയാം എങ്ങനെയാണ് രാഹുൽ ഗാന്ധിയെ കേരളം ഒട്ടാകെ കൊണ്ടാടിയത് എന്ന് നമുക്കറിയാം. അത്രയും ഭൂരിപക്ഷത്തിൽ അവിടെ ജയിച്ചതിന്റെ കാരണവും കൃത്യമായിട്ട് അറിയാം. പക്ഷെ അതല്ല ഇന്നത്തെ സാഹചര്യം. ഒന്ന്, അവിടെ രാഹുൽ ഗാന്ധി മത്സരിച്ചില്ലെങ്കിൽ, ഒരു പക്ഷേ മത്സരിച്ചില്ലെങ്കിൽ ആരായിരിക്കും സ്ഥാനാർത്ഥി? ആ സ്ഥാനാർത്ഥിയെ ലീഗിന് എന്താണ് സാഹചര്യത്തിന് എന്താ വ്യത്യാസമുള്ളത്? സാഹചര്യത്തിന് നിലവിൽ എന്താ വ്യത്യാസമുള്ളത്? അന്ന് ഉള്ളതുപോലെ തന്നെ സാഹചര്യങ്ങളിൽ യാതൊരു വ്യത്യാസവുമില്ല. നിലവിലെ നിയമസഭാ മണ്ഡലങ്ങൾ എടുത്തു നോക്കൂ. ഇത്രയധികം ഭരണ തുടർച്ചയുണ്ടായി CPM അധികാരത്തിൽ വന്നപ്പോഴും വയനാട് ജില്ലയിലെ സീറ്റുകൾ, മലപ്പുറം ജില്ലയിൽ നിന്നുള്ള വണ്ടൂർ സീറ്റ്, ഏറനാട് സീറ്റ്, അതുപോലെ തിരുവമ്പാടി സീറ്റ്, ഈ സീറ്റുകളിലെല്ലാം UDF ജനങ്ങളിലേക്ക് ഇറങ്ങിയാൽ വളരെ സാധാരണക്കാരായ ജനങ്ങളാണ്. വന്യജീവി ആക്രമണം, മരണം ഉൾപ്പെടെയുള്ള പല ജനങ്ങൾ കഴിഞ്ഞ 5 വർഷക്കാലം രാഹുൽ ഗാന്ധി എന്ന് ചെയ്യേണ്ടിയിരുന്ന കാര്യങ്ങൾ ചേർത്താണ് വയനാട്ടിൽ ഞങ്ങൾ സ്വീകരിച്ചത്. വയനാട്ടിലെ ജനങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം അദ്ദേഹം കൊടുത്തു. അദ്ദേഹത്തിന്റെ MP ലാഡ്സിന് പുറമെ CSR ഫണ്ടുകൾ അടക്കമുള്ള പ്രളയ സമയത്തുള്ള സഹായങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിരന്തരമായി MP ഒരു നോർത്ത് ഇന്ത്യയിൽ നിന്നുള്ള ഒരാൾ അല്ലെങ്കിൽ ദേശീയ നേതാവ് കേരളത്തിൽ വന്ന് മത്സരിക്കുമ്പോൾ ഇവിടെ ഉണ്ടാവില്ല, ഇവിടുത്തെ കാര്യങ്ങൾ ഇടപെടില്ല എന്നൊക്കെ പറഞ്ഞെടുത്തു നിന്ന് വളരെ കൃത്യമായ ഓഫീസ് സംവിധാനം അടക്കമുള്ള കാര്യങ്ങളോടുകൂടി ജനങ്ങളെ സംതൃപ്തിപ്പെടുത്തുന്ന രൂപത്തിൽ വളരെ കൃത്യമായ അതെ വളരെ കൃത്യമായ രൂപത്തിൽ ഇതെല്ലാം നടത്തിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഓഫീസ് സംവിധാനം ആവശ്യമുള്ളത് തന്നെയാണ്, അത് നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ശരി, ശ്രീ ഷമീർ, ഇവിടെ പല മണ്ഡലങ്ങളിലും ഇപ്പോൾ തന്നെ വലിയ സംശയം പറയുന്നുണ്ട്. കാരണം പത്തനംതിട്ട നമുക്കറിയാം തോമസ് ഐസക്കിനെ നിർത്തിയിരിക്കുന്നത് കോൺഗ്രസിന്റെ അത്രയും ശക്തിയുള്ള സ്ഥലത്താണ്. അതുപോലെ പല മണ്ഡലങ്ങളിലും സംശയമുണ്ട്. ഇന്ന് രാവിലെ കെ മുരളീധരൻ പറഞ്ഞത് ഒരു ഇരയല്ല KK ശൈലജ എന്നുള്ള തരത്തിലാണ്. ഇപ്പൊ കെ മുരളീധരൻ അവിടെ ലീഗിനെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം. ഏത് വോട്ടാണ് തനിക്ക് വരാനുള്ളതെന്നുള്ളതിൽ കൃത്യമായ ധാരണയുള്ള ആളുമാണ് കെ മുരളീധരൻ. അപ്പോൾ മലബാറിൽ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള സ്ഥാനാർത്ഥികളെ LDF നിർത്തുമ്പോഴും എന്തൊക്കെ കാര്യങ്ങളിലാണ് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നത്? LDF ആ രീതിയിലായിരിക്കുമോ മുമ്പോട്ട് പോവുക? ധന്യ, സത്യത്തിൽ ഞാൻ ഈ ചർച്ചയിൽ ലീഗ് പ്രതിനിധിയോട് സംസാരിക്കരുത് എന്ന് കരുതിയതാണ്. കാരണം സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ലീഗിന്റെ പ്രവർത്തകരും അണികളും ഒക്കെ അവരുടെ നേതൃത്വത്തോടും കോൺഗ്രസിനോടുമൊക്കെ വലിയ പ്രതിഷേധം രേഖപ്പെടുത്തുന്ന ഒരു സമയം കൂടിയാണ്. വീണ് കിടക്കുന്നവരെ വീണ്ടും ചവിട്ടരുതല്ലോ. അതുകൊണ്ട് എന്റെ സുഹൃത്തു കൂടിയായ അനീസിനോട് ഞാൻ അക്കാര്യത്തിൽ സംസാരിക്കരുതെന്ന് കരുതിയതാണ്. പക്ഷെ ചില യാഥാർത്ഥ്യങ്ങൾ നമുക്ക് കണ്ടില്ലെന്ന് നടിച്ചുകൂടാ. ഹദീസിൽ പറയുന്നുണ്ട്, പ്രശസ്തമായ ഒരു ഹദീസിൽ പറയുന്നുണ്ട്, ഒരേ മാളത്തിൽ നിന്ന് ഒരു വിശ്വാസിയെ ആവർത്തിച്ച് കടിക്കില്ല എന്ന്. അതിന്റെ അർത്ഥം നാം അനുഭവങ്ങളിൽ നിന്ന് പഠിക്കണം എന്നുള്ളതാണ്. പക്ഷേ കോൺഗ്രസ് നിരന്തരമായി കടിച്ചിട്ടും കോൺഗ്രസ് നിരന്തരമായി ആക്രമിച്ചിട്ടും അത് മനസ്സിലാക്കാത്ത നേതൃത്വമാണ് മുസ്ലിം ലീഗിന്റേതെന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ തെരഞ്ഞെടുപ്പ് അതായത് ഒരു തുടക്കം എന്നുള്ളതിന് മുമ്പ് തന്നെ വിളിക്കാൻ തുടങ്ങി EP ഉൾപ്പെടെയുള്ള നേതാക്കൾ. പക്ഷെ അതൊന്നും ശ്രദ്ധിച്ചില്ലല്ലോ. എന്താ വരാഞ്ഞെന്നാണ് ചോദിക്കുന്നത്. തീർച്ചയായും ആരും വിളിച്ചിട്ടൊന്നുമില്ല. അവർ അവരുടെ രാഷ്ട്രീയ നിലപാട് പ്രഖ്യാപിക്കട്ടെ എന്നതായിരുന്നു ഇടതുപക്ഷത്തിന്റെ എല്ലാ കാലത്തെയും നിലപാട്. അതല്ലാതെ LDF ഇപ്പോൾ സുസംഘടിതവും സുസജ്ജവുമാണ്. ഏതൊരു തെരഞ്ഞെടുപ്പിനെയും ലീഗിന് ഏതെങ്കിലും തരത്തിൽ ഇളക്കം സംഭവിക്കും. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഈ KSംസ എന്നുള്ളതിനപ്പുറത്തേക്ക്, ആ ഒരു ഗ്രൂപ്പ് എന്നുള്ളതിനപ്പുറത്തേക്ക് എന്തെങ്കിലും വിശ്വാസം ഈ മണ്ഡലങ്ങളിലൊക്കെ LDFനുണ്ടോ? ധന്യ, തീർച്ചയായും ഞങ്ങൾ വളരെ ആത്മവിശ്വാസത്തിലാണ്. കാരണം ലീഗിന്റെ അണികളും പ്രവർത്തകരും തന്നെ വലിയ വിഷാദത്തിലും വലിയ പ്രതിഷേധത്തിലുമാണ്. കാരണം അവർ 3 ലോക്സഭാ സീറ്റുകൾ ആവശ്യപ്പെട്ടു. 3 ലോക്സഭാ സീറ്റുകൾ ആവശ്യപ്പെട്ടു, അത് കൊടുത്തില്ല. അതിനു പകരമായി അവർ രാജ്യസഭാ സീറ്റ് ആവശ്യപ്പെട്ടു. എന്നാൽ രാജ്യസഭാ സീറ്റ് ആവശ്യപ്പെട്ടത് നമുക്കറിയാം.
പഞ്ചാബ് ന്യൂസിലെ കൊച്ചിൻ ഹനീഫയുടെ ഡയലോഗിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലാണ്. ഇപ്പോൾ രാജ്യസഭാ സീറ്റ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ 2 കൊല്ലം കഴിഞ്ഞ് ഇനി ലീഗിന്റെ രാജ്യസഭാ MP ഒഴിയുമ്പോൾ ആ സീറ്റ് വീണ്ടും കോൺഗ്രസിലേക്ക് ലഭിക്കും. അപ്പോൾ തത്വത്തിൽ ലീഗിന് എല്ലായ്പ്പോഴും 2 സീറ്റ് ലോക്സഭയിലും 1 സീറ്റ് രാജ്യസഭയിലും എന്നുള്ളതുമാണ്. ഈ അണികളെ കേവലം പറ്റിക്കാൻ വേണ്ടിയാണ് കോൺഗ്രസ് ഇത്തരം ഒരു സംഭവം പുറത്തിട്ടത്. പക്ഷെ അത് വിശ്വസിച്ചുകൊണ്ട് വലിയ പ്രതിഷേധത്തിലാണ് എല്ലാ ലീഗ് അണികളും. പിന്നെ ഞാൻ മറ്റൊരു കാര്യം പറഞ്ഞു, ആന്റണിയുടെ കാര്യം ധന്യ സൂചിപ്പിച്ചത് നന്നായി. കഴിഞ്ഞ ഒരു യോഗത്തിൽ നാം കണ്ടു ആന്റണി കെ സുധാകരനെ KPCC പ്രസിഡന്റായ കെ സുധാകരനെ വേദിയിലിരുത്തിക്കൊണ്ട് അദ്ദേഹം വിളിക്കുകയാണ് ബഹുമാനായ KPCC പ്രസിഡന്റ് കെ സുരേന്ദ്രൻ. അത് നാക്കുപിഴയല്ല തന്നെയാ. അത് സംഭവിക്കുന്നത് ഇവരുടെ മനോനിലയൊക്കെ മാറിപ്പോയിരിക്കുന്നു. ഇവർ മാനസികമായി BJP-ക്കാരായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ചർച്ചയിൽ പങ്കെടുത്ത കോൺഗ്രസ് പ്രതിനിധി പറഞ്ഞു CPM വെറുതെ ആരോപിക്കുകയാണെന്ന്. അല്ല, നമ്മൾ കണ്ടു കഴിഞ്ഞ യോഗത്തിൽ ഇതാ പ്രേമചന്ദ്രൻ മോദിയെ വാഴ്ത്തുപാട്ടുകളുമായി ഇറങ്ങിയിരിക്കുന്നു. നമുക്കറിയാം ഇപ്പോഴും ന്യൂസ് 18 ഫ്ലാഷ് ന്യൂസുകളിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസിൽ നിന്ന് ഇതാ BJP-യിലേക്ക് മാറുന്നു, BJP-യിലേക്ക് കൂട്ടത്തോടെ മാറിക്കൊണ്ടിരിക്കുകയാണ് കോൺഗ്രസുകാർ. കേരളത്തിൽ മാറാത്തതിന്റെ കാരണം മറ്റൊന്നുമല്ല, ഈ ഒരു അവസരം അവർക്ക് നമ്മൾ എല്ലായിടത്തും കാണുന്നത് പോലെ, അതായത് ശശി തരൂർ, ചെന്നിത്തല, കെ മുരളീധരൻ സഖ്യം നയിക്കുന്ന പെരുന്നയുടെ പിന്തുണയുള്ള ഒരു സുരേഷ് ഗോപി ഉൾപ്പെട്ട പുതിയൊരു BJP-യെ കുറിച്ചാണോ താങ്കൾ പറയുന്നത്? തീർച്ചയായും അത്തരമൊരു സാധ്യത മുന്നിൽ കാണുന്നുണ്ട്. തിരിച്ചു വരാം ശ്രീ മുനീർ. ഇവിടെ 4 മുസ്ലിം സ്ഥാനാർത്ഥികളെ CPM പട്ടിക വന്നതോടെ അവർ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നു, 4 പേരെ. അപ്പം മുസ്ലിം പ്രാതിനിധ്യം ചർച്ചയാകില്ലേ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയത്തിൽ? അല്ലെങ്കിൽ പുതിയ സ്ഥാനാർത്ഥികളെ കണ്ടെത്തുമ്പോൾ സീറ്റുകളിൽ മുസ്ലിം പ്രാതിനിധ്യം പരിഗണിക്കുമോ? UDF-ന്റെ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്നത് ഇപ്പോൾ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളായാലും അതിൽ വരുമ്പോൾ അതിന്റെ മാനദണ്ഡം ഏറ്റവും ജയസാധ്യത ആർക്കാണോ ഉള്ളത് അവർക്ക് കൊടുക്കുകയാണ്. ഇപ്പൊ വയനാട് സീറ്റ് ഷാനവാസ് അനുസരിച്ച് മുസ്ലിം സ്ഥാനാർത്ഥി നിൽക്കുന്ന ഒരു സീറ്റായിരുന്നു, ആ രാഹുൽ ഗാന്ധി വരുന്നു, ആ സീറ്റ് അവർക്ക് കൊടുക്കുന്നു. കാരണം ആ ജയസാധ്യതയാണ് അവിടെ മാനദണ്ഡം. ഇപ്പൊ കാസർഗോഡ് അങ്ങനെ ഉണ്ടായിരുന്നു. കാസർഗോഡ് നമുക്കറിയാം എത്ര കാലങ്ങളായിട്ട് മുസ്ലിം സ്ഥാനാർത്ഥികളായിരുന്നു കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന്. പക്ഷേ അവിടെ വന്നപ്പോ ഒരു ഉണ്ണിത്താനെ നമ്മൾ മാറ്റി അവിടെ നിർത്തി. വളരെ എന്നിട്ട് എല്ലാ ലീഗുകാരുടെ എല്ലാവരുടെയും ശ്രമഫലമായിട്ട് UDF ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് പൊരുതിയപ്പോൾ നോ മാറ്റർ വാട്ട് അവർ ഹിന്ദു ആണോ മുസ്ലിം ആണോന്ന് ഇവിടെ ആ ഒരു ഇതിന് വിജയത്തിന് വേണ്ടി വന്നപ്പോൾ അത് അവിടെ വിജയിക്കുക. അപ്പൊ നമ്മുടെ മാനദണ്ഡം അവിടെ വെക്കേണ്ടത് തന്നെയാ. ഒരു മാനദണ്ഡമേ ഉള്ളൂ, ആർക്കാണ് വിജയസാധ്യത അത് നോക്കിയിട്ട് കാരണം നമുക്ക് അവിടെ പോയി ഫൈറ്റ് ചെയ്യാനുള്ളത് വലിയൊരു ഫാസിസ്റ്റ് ശക്തികൾക്കെതിരെയാണ്. അപ്പൊ അത് നമ്മൾ തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഇപ്പൊ ഈ സഹോദരൻ പറഞ്ഞ ഷമീർ പറഞ്ഞ അവിടെ നിന്ന് ചിരിക്കായിരുന്നു. കാരണം ഈ 18 പോയിട്ട് ആകെ ഒരു സീറ്റ് നിൽക്കുകയാണ്. അപ്പോൾ നോക്കേണ്ടത് എങ്ങനെയാണ് മറ്റേ സീറ്റ് പിടി. അതിന് പകരം മുസ്ലിം ലീഗിന്റെ കാര്യത്തിൽ ഇടപെട്ടുകൊണ്ട് അവിടെ സോഷ്യൽ മീഡിയയിൽ ഏതോ റൂമിലിരുന്ന് പറയുന്ന കാര്യങ്ങൾ ഇത്ര വലിയ വാക്കുമായിട്ട് എടുത്തുകൊണ്ട് നടക്കുകയാണ്. ഇവിടെ എന്തൊരു വിരോധാഭാസമാണ് നോക്കേണ്ടത്. സ്വന്തം സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാൻ നോക്കുന്നതിന് പകരം ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും ഇത് പഴയ ലീഗോ പഴയ കോൺഗ്രസോ അല്ല. ഈ ബന്ധം എന്ന് പറഞ്ഞ് ദൃഢമായിട്ട് നിൽക്കുന്ന ഒരു ബന്ധമാണ്. അവർക്കറിയാം, അവിടെ ഉന്നതമായ നേതാക്കൾക്കറിയാം എങ്ങനെ തീരുമാനം എടുക്കണം, അത് എങ്ങനെ നടപ്പിലാക്കണം എന്നൊക്കെ അവരെ തെളിയിച്ച് കഴിഞ്ഞതാണ് ഈ ലീഗും കോൺഗ്രസും ഒക്കെ. അപ്പോ അതിലിപ്പോ CPM പുറത്തു നിന്നുകൊണ്ട് അവിടെ കിടക്കുന്നു ഇവിടെ കിടക്കുന്നു ഒരു കാര്യമില്ല. കാരണം അത് വളരെ ഭംഗിയായിട്ട് ചെയ്തു കഴിഞ്ഞു. അല്ല, ആലപ്പുഴയിലൊക്കെ നോക്കുമ്പോ KC വേണുഗോപാൽ ആണെങ്കിൽ അവിടെ ഈ പറയുന്ന സാമുദായിക സമവാക്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടി വരും. അതൊരു വലിയ വെല്ലുവിളിയായിട്ട് കോൺഗ്രസിന് ഇപ്പോഴും നിൽക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എങ്ങനെ ആലപ്പുഴ സീറ്റിൽ എങ്ങനെ KC വേണുഗോപാലിനെ ആലപ്പുഴ നിർത്താമെന്ന് തീരുമാനിച്ചാൽ അവിടെ ഈ പറയുന്ന പോലെ സാമുദായിക സമവാക്യങ്ങളൊക്കെ കൂടുതലായി ശ്രദ്ധിക്കേണ്ടി വരില്ലേ? ഇനിയുള്ളത് 2 സീറ്റാണ്. ആ 2 സീറ്റിലും ഏറെ ശ്രദ്ധിച്ചു വേണ്ടേ കോൺഗ്രസ് തീരുമാനമെടുക്കാൻ? അല്ല, കോൺഗ്രസിന്റെ ഭാഗത്ത് ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ ഒരു വാക്ക് പറയാൻ വേണ്ടി ഞാൻ നിൽക്കുന്നില്ല അതിന്. കാരണം അത് വ്യക്തമായിട്ടുള്ള രൂപം വരിക തന്നെ ചെയ്യും. പക്ഷെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഏറ്റവും ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ നിർത്തിക്കൊണ്ട് തന്നെ കോൺഗ്രസ് മുന്നോട്ട് പോകും. അത് 2019 തെളിയിച്ച ഒരു കാര്യം കൂടിയാണ്. അതിൽ ഒരു സംശയവുമില്ല. അതിൽ യാതൊരു ഗൂഢാലോചനകളോ അല്ല വേറെ ഒരു ഇതിനും അതിന് ചാൻസ് ഇല്ല. ശരി, ശ്രീ അനീഷ്, ഈ വയനാട്ടിൽ രാഹുൽ ഗാന്ധി തന്നെ വരും എന്ന് ആവർത്തിക്കുന്നുണ്ട്. ഇന്ന് രാവിലെ കെ മുരളീധരൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ അതിനെക്കുറിച്ച് പറയുന്നുമുണ്ട്, രാഹുൽ ഗാന്ധി തന്നെ ആയിരിക്കും എന്ന്.
അങ്ങനെയാണെങ്കിൽ CPM-ന്റെ കുറെ ചോദ്യങ്ങളുണ്ട്. കഴിഞ്ഞ ദിവസം ബിനോയ് വിശ്വവും CPM നേതാക്കളും എല്ലാം പറയുന്നത് പോലെ അവിടെ ഇന്ത്യ സഖ്യത്തിന്റെ ചോദ്യങ്ങളെ നേരിടാൻ കോൺഗ്രസ് തയ്യാറാണ്. ആ ചോദ്യത്തിലേക്ക് ഞാൻ വരാം. അതിന് മുമ്പ് CPM പ്രതിനിധി പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങൾ അടുത്ത സമയത്തിന്റെ പ്രശ്നമുണ്ട്. ഹലോ, പറഞ്ഞോളൂ. അടുത്ത രാജ്യസഭാ സീറ്റിനെ കുറിച്ചാണ്. അടുത്ത രാജ്യസഭാ സീറ്റ് വരുന്നത് ഇപ്പോ ഈ ജൂലൈയിൽ ഒഴിവ് വരുന്നത് കഴിഞ്ഞ 2027 രാജ്യസഭാ സീറ്റ് വരുന്നത്. 2026 കേരളത്തിൽ വീണ്ടും തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുമ്പോൾ ലീഗിന് വിടുവോ കോൺഗ്രസ് പോവോ എന്നുള്ളതാണ്. അല്ല, മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഏകാധിപത്യ ഭരണത്തിനെതിരായി കേരളത്തിലെ അണികൾ വോട്ട് ചെയ്യുകയും കേരളത്തിലെ ജനങ്ങൾ വോട്ട് ചെയ്യുകയും പ്രശ്നം തീരുന്നില്ല. അടുത്ത ഭരണം കിട്ടിയാലേ പിന്നെ UDF-ന് ലീഗിൽ നിന്ന് ഒരാളെ വിടാൻ പറ്റുള്ളൂ. ഒരു പോയിന്റ് അതാണ്. ഓക്കെ, അതിലേക്ക് ചർച്ച കൊണ്ടുപോകണം. ഒരു പോയിന്റ് അതാണ്. രണ്ടാമത്തെ ഒരു കാര്യം, പൊന്നാനിയിലെ CPM-ന്റെ സ്ഥാനാർത്ഥിയെ കുറിച്ചൊക്കെ വളരെ വാചാലമായി സംസാരിക്കുന്നുണ്ട്. പൊന്നാനിയിൽ ഒരു CPM സ്ഥാനാർത്ഥി, ഒരു DYFI-കാരനെ, ഒരു SFI-കാരനെ ഞാൻ മനസ്സിലാക്കുന്നത്, മലപ്പുറത്തുകാരൻ എന്ന നിലയ്ക്ക് ഞാൻ മനസ്സിലാക്കുന്നത്, മലപ്പുറത്തേക്കാൾ ഒരു തരിയെങ്കിലും ജയസാധ്യതയുള്ള അല്ലെങ്കിൽ മുസ്ലിം ലീഗിന് ഭൂരിപക്ഷം കുറവുള്ള ഒരു മണ്ഡലമാണ് പൊന്നാനി. അവിടെ ഒരു ബലിയാടായി ഒരു DYFI-കാരനെ മലപ്പുറത്തേക്ക് കൊടുക്കുകയും ഇവിടെ ഈ സീറ്റ് KS ഹംസക്ക് വിൽക്കുകയും ചെയ്ത, അതിപ്പോ ലീഗിന് അത്രയും ശക്തിയുള്ള ജയിക്കുമെന്ന് ഉറപ്പുള്ള 2 സീറ്റിലല്ലേ ലീഗിനെ നിർത്തിയിരിക്കുന്നത്. അതുപോലെ CPM-നും ഉണ്ടാവുമല്ലോ. അവരുടെ ശക്തി കേന്ദ്രങ്ങളിൽ ജയിക്കുമെന്ന് ഉറപ്പുള്ള, ഇല്ലെങ്കിൽ പാർലമെന്റിലേക്ക് അയക്കണമെന്ന് ഉറപ്പുള്ള ആളുകളെ നിർത്തണമെന്ന്. ഈ പറഞ്ഞ മുസ്ലിം ലീഗ് പ്രവർത്തനങ്ങളുടെ വികാരത്തെ കുറിച്ചൊക്കെ വാചാലമായി സംസാരിക്കുമ്പോൾ അവരുടെ ഒരു വികാരം കൂടി ഞാൻ സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. കഴിഞ്ഞ സമയം ഇത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ശരി, നന്ദി അനീഷ്, മുനീർ കുമ്പള, ഷമീർ ചർച്ചയിൽ പങ്കെടുത്തതിന്. പ്രവാസി ശബ്ദം പൂർണ്ണമാവുന്നു. നമസ്കാരം.